നമസ്കാരം. വളരെ ഹൃദയവേദനയോടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ പരമാവധി ആളുകളിൽ എത്തിക്കുക, ഒരാൾ 100 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടത്. ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഇന്ന് അതറിയാത്ത മനുഷ്യരാരുമില്ല. അതിൽ എണ്ണി പറഞ്ഞിരുന്നത് ഈ സാമ്പത്തിക ദാരിദ്ര്യകാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും മുടങ്ങുന്ന, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന കാലത്ത് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഹൃദ്രോഗ ചികിത്സയുടെ പേരിൽ 2 ലക്ഷം രൂപ എഴുതിയെടുത്തതടക്കമുള്ള വൃത്തികേടുകളാണ്. അതേക്കുറിച്ച് പലരും ചോദിച്ചു, സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ എഴുതിയെടുത്തില്ലല്ലോ എന്ന്. എന്നാൽ മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം ആവശ്യമുണ്ടോ എന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ മന്ത്രിമാർക്കും മെഡിസിപ്പ് അടക്കമുള്ള ഇൻഷുറൻസ് കവറേജ് പാടില്ലേ എന്ന ചോദ്യമുണ്ട്. ഒരാവശ്യവുമില്ലാതെ ഡൽഹി പ്രതിനിധിയായി നിയമിച്ചിരിക്കുന്ന കെ.വി. തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ജോലി ചെയ്യുന്നതിന് 1 വർഷം മുൻപത്തെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം കൊടുത്തത് അതിലെ ഒരു വേദനാജനകമായ സത്യമായിരുന്നു. പിണറായിയുടെ വിശ്വസ്തനായ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ശമ്പളം 50 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തിയതായിരുന്നു അതിലെ മറ്റൊരു വസ്തുത. അതുപോലെ റിട്ടയർ ചെയ്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പെൻഷനൊപ്പം വീണ്ടും 4-5 ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിക്കുന്നതിനെക്കുറിച്ചും തെളിവുകൾ സഹിതം ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ സങ്കടത്തോടെ, കണ്ണീരോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് ആഴത്തിലുള്ള ഭീകരതയാണ് ഈ സർക്കാർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് 2 പുതിയ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. ഒന്നാമത്തേത്, ഈ മെയ് മാസം റിട്ടയർ ചെയ്ത മിനി ആന്റണി എന്ന IAS-കാരിയെ കിഫ്ബിയിൽ ഡെപ്യൂട്ടി CEO ആയി നിയമിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയാണ് ശമ്പളം. ഇതൊരു പുതിയ രീതിയാണ്. KM എബ്രാഹവും VP ജോയിയും തുടങ്ങി വെച്ച പുതിയൊരു രീതിയാണ്. പെൻഷൻ മുഴുവൻ കിട്ടും. ആ പെൻഷന് പുറമെ ഓണറേറിയം എന്ന നിലയിൽ അല്ലെങ്കിൽ ഫീസ് എന്ന നിലയിൽ അവർക്ക് 3-4 ലക്ഷം രൂപ കൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. മിനി ആന്റണിയെയും നിയമിച്ചിരിക്കുന്നു. മിനി ആന്റണിക്കും ഇനി കിട്ടും പെൻഷനും ശമ്പളവും അടക്കം മാസം 6 ലക്ഷം രൂപ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അലക്സാണ്ടർ ജേക്കബിനെ പോലെ റിട്ടയർ ചെയ്തതിന് ശേഷം 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സൗജന്യമായി അവരുടെ കഴിവ് സർക്കാരിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറായ അനേകം മികച്ച ഉദ്യോഗസ്ഥരുണ്ട്. അവരെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഇരട്ടി ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം തസ്തികകളിൽ നിയമിക്കുന്നത്. എത്രയോ IPS IAS ഉദ്യോഗസ്ഥർ 1 രൂപ പോലും വാങ്ങാതെ കൃത്യമായി സർക്കാരിന് സേവനം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ സർക്കാരിന് അവരെ വേണ്ട, കാശ് മേടിക്കുന്നവരെ മതി സർക്കാരിന്. ഇതിനേക്കാൾ ഭയാനകമായ ഒന്നാണ് ഇപ്പോൾ മറുനാടൻ പുറത്തുവിടുന്ന മറ്റൊരു വാർത്ത. മറ്റ് മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞതായി എനിക്കറിയില്ല. എന്തായാലും അറിഞ്ഞതായി അവർ ഭാവിക്കുന്നില്ല. 2013 നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഫുഡ് കമ്മീഷനെ നിയമിക്കണം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ആ ഭക്ഷ്യസുരക്ഷ മൗലികാവകാശമായി. അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷനെ നിയമിക്കണം. ആ കമ്മീഷന് ഒരു ചെയർമാൻ ഉണ്ടാവണം. ചെയർമാന്റെ യോഗ്യത സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരോ ഫുഡ് സേഫ്റ്റി മേഖലയിൽ ദീർഘകാലത്തെ പരിചയവും അനുഭവ സമ്പത്തുമുള്ള അക്കാഡമിക് രംഗത്ത് മികവ് പുലർത്തിയ ഒരാളാകണം. ഇതാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സർക്കാർ ചെയ്തത് എന്താണെന്നറിയാമോ? അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയ ഒരു CPI-കാരനെ ആ തസ്തികയിലേക്ക് നിയമിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നു. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ എന്ന ചെങ്ങന്നൂരുകാരനാണ് ഈ അനധികൃത നിയമനത്തിന് അർഹനായിരിക്കുന്നയാൾ. ആദ്യമേ പറയട്ടെ, ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ യഥാർത്ഥ അക്കാഡമീഷ്യൻ തന്നെയാണ്. പ്രഗത്ഭനാണ്, മിടുക്കനാണ്. അദ്ദേഹം പല രാജ്യങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ട്, പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തികച്ചും യോഗ്യനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ തസ്തികയിൽ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് മാത്രമല്ല, ഈ തസ്തികയിൽ അദ്ദേഹത്തെ നിയമിക്കുന്നത് ഞെട്ടിക്കുന്ന നിയമലംഘനം കൂടിയാണ്. ആ ഭീകരതയിലേക്ക് രണ്ടാമത് വരാം. അദ്ദേഹത്തിന്റെ PhD-യും അദ്ദേഹത്തിന്റെ യോഗ്യതയും ഒക്കെ കുടിയേറ്റത്തെക്കുറിച്ചാണ്. മലയാളികളുടെ കുടിയേറ്റത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ, അതുപോലെ ക്രിസ്ത്യൻ കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വിദഗ്ധനാണ്. അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസർ ആയിരിക്കുന്നത് മൈഗ്രേഷൻ എന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ പ്രാഗൽഭ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഫുഡ് സേഫ്റ്റി കമ്മീഷന്റെ ചെയർമാനാകാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. കാരണം ഫുഡ് സേഫ്റ്റിയിൽ അദ്ദേഹത്തിന് പരിചയമില്ല, അറിവില്ല, അനുഭവ സമ്പത്തുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമനം നിയമവിരുദ്ധമാണ്. ഈ തസ്തികയിലേക്ക് ഇദ്ദേഹത്തെ നിയമിക്കാൻ കാരണം CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISF-ന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു, യുവജന സംഘടനയായ AIYF-ന്റെ ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഇതല്ല യഥാർത്ഥ നിയമലംഘനം. ആ നിയമലംഘനമാണ് നമ്മളെ കരയിപ്പിക്കേണ്ടതും ആശങ്കപ്പെടുത്തേണ്ടതും. മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ MB ആവുന്നതിനേക്കാളും MLA ആവുന്നതിനേക്കാളും
ഒരു രാഷ്ട്രീയക്കാരന് ഗുണം ചെയ്യുന്നത് PSC അംഗമാവുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞത് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഞാൻ ആദ്യം മുൻഗണന കൊടുക്കുന്നത് മന്ത്രിയാകാനോ MP ആകാനോ അല്ല, നേരെ മറിച്ച് ഒരു PSC അംഗമാകാനാണെന്നാണ്. അതിന് കാരണം എനിക്ക് സ്വാർത്ഥതയുള്ളത് കൊണ്ടാവുമല്ലോ ഞാൻ ഈ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അടുത്ത പടി എനിക്ക് നേട്ടമുണ്ടാവുക എന്നതാവണം. ആ നേട്ടം മന്ത്രിയാവുമ്പോഴല്ല, കാരണം അഴിമതി നടത്താൻ കഴിയില്ല. പിന്നെയോ PSC അംഗമാകുമ്പോഴാണ്. PSC അംഗത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ റാങ്കാണ്. അതേ ശമ്പളമാണ് 6 വർഷം കിട്ടുന്നത്. അതല്ല അതിൻ്റെ ആകർഷണം. റിട്ടയർ ചെയ്താൽ ഒരു ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്തതുപോലെ 2 ലക്ഷത്തിലധികം രൂപ പെൻഷനായി ജീവിതകാലം മുഴുവൻ കിട്ടും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭാര്യയ്ക്കും കിട്ടും. ഈ ശമ്പളവും പെൻഷനും കൂട്ടാൻ പോവുക. ശമ്പളം 4 ലക്ഷത്തിലധികമായി ഉയർത്താൻ പോവുകയാണ്. ഈ തസ്തികയിൽ 6 വർഷം സേവനമനുഷ്ഠിച്ച ആളാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ജീവിതകാലം മുഴുവൻ 2 ലക്ഷത്തിലധികം രൂപ പെൻഷൻ കിട്ടും. ഇനി സർക്കാർ നിയമം മാറ്റുമ്പോൾ പെൻഷൻ വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ അദ്ദേഹം അതേ തസ്തികയിലുള്ള, അതായത് ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള മറ്റൊരു തസ്തികയ്ക്ക് ശ്രമിക്കുന്നു എന്നതും മാത്രമല്ല അപകടം, അത് നിയമലംഘനമാണ്. നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട് എന്നതാണ്. PSC അംഗങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടവരാണ്. അതായത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് സാധാരണ പൗരന്മാർക്ക് ഭരണഘടനാപരമായി ജോലി കൊടുക്കേണ്ടവരാണ്. അവരെ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കരുത് എന്നാണ് നിയമം. പക്ഷെ രാഷ്ട്രീയക്കാരെയാണ് PSC അംഗങ്ങളാക്കുന്നത്. രാഷ്ട്രീയക്കാർ പറയുന്നതിനപ്പുറത്തേക്ക്, സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടന ഒരു പരിരക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു നിയന്ത്രണം അവരുടെ മേലെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 319 അനുച്ഛേദമനുസരിച്ച് PSCയിലോ UPSCയിലോ അംഗമാകുന്ന ഒരാൾ പിന്നീട് ഒരു സർക്കാർ പദവിയും വഹിക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാരിലാണെങ്കിലും കേന്ദ്ര സർക്കാരിലാണെങ്കിലും ഒരു PSC അംഗത്തിന് PSC ചെയർമാൻ ആകാം, കുഴപ്പമൊന്നുമില്ല. ഈ സംസ്ഥാനത്തോ മറ്റൊരു സംസ്ഥാനത്തോ PSC അംഗമാകാനോ UPSCയിൽ അംഗമാകാനോ PSC അംഗത്തിന് അനുമതിയില്ല. അയാളുടെ സർക്കാരിലെ അവസാനത്തെ സേവനമായിരിക്കണം PSC മെമ്പർ എന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു തസ്തികയിൽ ജോലി ചെയ്യരുത് എന്ന് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടും ജിനു സക്കറിയ ഉമ്മൻ എന്ന പ്രഗത്ഭനെ, എന്നാൽ ഈ മേഖലയിൽ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ തിരികെ കയറ്റുന്നു എന്നത് ഖേദകരമല്ലേ? നിയമലംഘനമല്ലേ? സങ്കടപ്പെടേണ്ടതല്ലേ? പ്രതിഷേധിക്കേണ്ടതല്ലേ? ഒരു കാര്യം ഓർക്കണം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിന് ചില യോഗ്യതകൾ വെച്ചിട്ടുണ്ട്. സർക്കാർ 2022 ഫെബ്രുവരിയിലാണ് അപേക്ഷ ക്ഷണിച്ചത്. സർക്കാർ ഒരു അപ്പോയിൻമെന്റ് കമ്മീഷനെ നിയമിച്ചു. ഈ അപ്പോയിൻമെന്റ് കമ്മീഷൻ 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരടക്കം 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ 1ാം റാങ്ക് കൊടുത്തത് ജിനു സക്കറിയ ഉമ്മനാണ്. എങ്ങനെയാണ് 1ാം റാങ്ക് കൊടുത്തത് എന്ന് ആർക്കും അറിയില്ല. ഏതാണ്ട് 80ലധികം മാർക്കുണ്ട്. 2ാം റാങ്കുകാരന് 50 മാർക്കേ ഉള്ളൂ. നമ്മുടെ KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിയമിക്കാൻ വേണ്ടി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് പോലെ ഒരു തട്ടിക്കൂട്ട് റാങ്ക് ലിസ്റ്റാണിത്. എങ്ങനെയാണ് ഈ പറയുന്ന ജിനു ഉമ്മൻ സക്കറിയയ്ക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്താൻ കഴിയുന്നത്? അദ്ദേഹത്തിന് ഫുഡ് സേഫ്റ്റിയിൽ യാതൊരു പരിചയവുമില്ല. അദ്ദേഹം IRS കാരണമല്ല. ഈ 2 കാര്യങ്ങളും ഇല്ലെങ്കിൽ അയോഗ്യനാണ്, തള്ളിക്കളയേണ്ടതാണ്. പക്ഷെ 5 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ, റിട്ടയർഡ് IFS കാരനടക്കമുള്ള 5 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ 1ാം റാങ്കിലെത്തിയത് ഈ തസ്തികയ്ക്ക് യോഗ്യതയില്ലാത്ത ജിനു സക്കറിയ ഉമ്മൻ. മാത്രമല്ല PSCയിൽ അംഗമായിരുന്ന ഒരാൾക്ക് സർക്കാരിൽ മറ്റൊരു തസ്തിക ഏറ്റെടുക്കാൻ കഴിയില്ല. ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാട്ടി നിയമപ്രശ്നമായി. ഈ നിയമപ്രശ്നം ലോ ഡിപ്പാർട്ട്മെന്റ്, കാരണം നമ്മുടെ നാട്ടിൽ ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലോ സെക്രട്ടറി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കും. ജില്ലാ ജഡ്ജി ഡെപ്യൂട്ടേഷന് വരുന്നതാണ്. ലോ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ എതിർത്തിരിക്കുന്നു എന്നാണ് ലോ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അറിയിച്ചത്. കാരണം ഇത് നിയമലംഘനമാണ്, ഇതിന് ശുപാർശ ചെയ്താൽ പണിയാകുമെന്നാണ് പറയുന്നത്. അതിനെ മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ വഴിയാണ് എളുപ്പം. എല്ലാ ഡിപ്പാർട്ട്മെന്റും വക്കീലുണ്ടല്ലോ. PSCയുടെ വക്കീൽ നമ്മുടെ KSEBയിലെ യൂണിയൻ നേതാവായിരുന്ന MG സുരേഷ് കുമാറിന്റെ ബന്ധുവാണ്. ആ PSC വക്കീലിനോട് ഒരു നിയമോപദേശം തേടി. അപ്പൊ PSC വക്കീൽ പറഞ്ഞു, ഇത് സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്വതന്ത്രമായ ഒരു സംവിധാനമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് നിയമോപദേശം കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഭരണഘടനയിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു, സർക്കാരിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു തസ്തികയിലും ഈ PSC അംഗമായിരുന്നാൽ ഇരിക്കരുത് എന്ന്. ഇവിടെ നിയമിക്കുന്നത് സർക്കാരാണ്, ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ഇതൊരു സർക്കാർ പദവി തന്നെയാണ്, സ്വതന്ത്രാവകാശമുണ്ടെങ്കിലും. PSCയും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ആ തസ്തികയിലേക്ക് നിയമിക്കാൻ ഇങ്ങനെ ഒരു നിയമോപദേശം കൊടുക്കുന്ന വക്കീലന്മാരുള്ള ഈ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത്? വളരെ ഖേദപൂർവ്വമാണ് ഞാൻ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ നിയമനം നടക്കും, ജനങ്ങൾ അറിയട്ടെ, പൊതുജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ലോ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനെ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിവരം പറയുന്നത്. വളരെ ഖേദകരമല്ലേ?
നമ്മുടെ നാട്ടിലെ അവസ്ഥ? നമുക്കെങ്ങനെ സങ്കടപ്പെടാതിരിക്കാൻ പറ്റും? നമുക്കെങ്ങനെ പിണറായിയും അദ്ദേഹത്തിൻ്റെ അടിമകളായ മന്ത്രിമാരും മുടിഞ്ഞു പോവട്ടെ എന്ന് പ്രാർത്ഥിക്കാതിരിക്കാനും പ്രാകാതിരിക്കാനും കഴിയും?